സംസ്ഥാനത്തെ ആശുപത്രികളിലെ ഉപകരണക്ഷാമത്തിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ധനവകുപ്പ് KMSCLന് 50 കോടി അനുവദിച്ചു. MJ പ്രതീഷ് തിരുവനന്തപുരത്ത് ഈ വാർത്ത അടിയന്തരമായി നമുക്കപ്പം നൽകുന്നു. പറയൂ. ISKN തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഉപകരണക്ഷാമം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഇപ്പോൾ പണം അനുവദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് 100 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 65 കോടി സർക്കാർ ആശുപത്രികൾക്കും 35 കോടി സ്വകാര്യ ആശുപത്രികൾക്കുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് സ്വകാര്യ ആശുപത്രികൾക്ക് ഈ പണം അനുവദിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ധനവകുപ്പ് 50 കോടി രൂപ KMSCLനും കൈമാറിയിട്ടുണ്ട്. നേരത്തെ വലിയ പ്രതിസന്ധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലനിന്നിരുന്നു. 158 കോടിയാണ് വിവിധ ഈ വിതരണ കമ്പനികൾക്ക് സർക്കാർ കൊടുക്കാനുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 29 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടായിരുന്നു. ഇതോടുകൂടി തന്നെ ഈ മാസം 1 മുതൽ ഉപകരണങ്ങളുടെ വിതരണം കമ്പനി നിർത്തിവച്ചിരുന്നു. അങ്ങനെയാണ് ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലടക്കം ശസ്ത്രക്രിയ പ്രതിസന്ധിയിലാകുമെന്നൊരു മുന്നറിയിപ്പ് കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കൈമാറിയത്. അതിനനുസരിച്ചാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അടിയന്തരമായി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എത്രയും വേഗം ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മെഡിക്കൽ കോളേജും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.